ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹൃദയസ്യ പ്രേരണായ പ്രവർത്തിതോകം മരാഗരൂപോപി തസ്യ ഹരേ പദകമലം വന്ദേ ചൈതന്യദേവസ്യ. ഹരേ കൃഷ്ണ. സോ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ശ്ലോകം 7 ആണോ 8 ആണോ? നമ്മുടെ തീം എന്താണ്? കർമ്മമാണ്, കർമ്മയോഗമാണ് നമ്മുടെ തീം അല്ലേ? കർമ്മയോഗത്തിലെ പ്രധാനപ്പെട്ട 10 ശ്ലോകങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ശ്ലോകം കൂടി ആകുമ്പോൾ അത് എത്രാമത്തെ ശ്ലോകമായി? 8. യെസ്, 8 ആവുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 11-ാമത്തെ അധ്യായത്തിലെ 55-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. ശ്ലോകം അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവത്ഗീതയുടെ സാരാംശമാണ് ഈ ശ്ലോകം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭാവാർത്ഥം കുറച്ച് വലുതാണ്, സമയമെടുക്കും നമുക്ക് വായിക്കാൻ. കുഴപ്പമില്ല, നമുക്ക് അത് വായിച്ചതിന് ശേഷം ഡിസ്കഷനിലേക്ക് കിടക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം എത്രമാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഞാൻ ശ്ലോകം ആദ്യം വായിക്കാം. മത്കർമ്മ കൃത് മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ മാം ഈതി പാണ്ഡവ. മത്കർമ്മ കൃൻ മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ മാം ഇതി പാണ്ഡവ. മത്കർമ്മ കൃൻ മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ മാം ഇതി പാണ്ഡവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലട്ടെ? യെസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. മത്കർമ്മ കൃൻ മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസാ മാമേതി പാണ്ഡവ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യാസ മാമേതി പാണ്ഡവ. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. മത്കർമ്മ മത്പരമോ മദ്ഭക്ത സംഗവർജിതാഃ നിർവൈര സർവഭൂതേഷു യാസാ മാമേതി പാണ്ഡവ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. മത്കർമ്മ കൃത് മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ മാമിതി പാണ്ഡവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ്സർമ്മ മാമേതി പാണ്ഡവ. പ്രണാമം. കൃഷ്ണ പ്രഭുജി. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. കൃഷ്ണ പ്രഭുജി. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി? വായിക്കട്ടെ പ്രഭു. ഓക്കെ, വായിക്കൂ. മത്കർമ്മ കൃൻ മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യാസാ മാമേതി പാണ്ഡവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഹരേ ആരെങ്കിലും? കൃഷ്ണ പ്രഭു. യെസ്. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ പ്രഭുജി. മത്കർമ്മ കൃൻ മത്പരമോ മദ്ഭക്ത സംഘവർജിതഃ നിർവൈര സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം വായിച്ചോ. നമോ ഭഗവതേ വാസുദേവായ.
മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിത നിർവൈര സർവ. ഹരേ കൃഷ്ണ. Okay, thank you. Yes. മത്കർമാകൃത്മത്പരമാ മദ്ഭക്താ സംഗവർജിതാ നിർവൈര സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. ഹരേ കൃഷ്ണ. Very good. Yes. ആരെങ്കിലും ബാക്കിയുണ്ടോ? ഓം നമോ ഭഗവതേ വാസുദേവായ. മത്കർമ്മ കൃന്മത്പരമോ മത്ഭക്താ സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യാസാ മാമേതി പാണ്ഡവ. ഹരേ കൃഷ്ണ പ്രഭു. Okay, thank you. Okay, so എല്ലാവരും വായിച്ചു. നമുക്കിനി വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കാം. സോ വിവർത്തനം ഒരാൾ വായിക്കാം, വിവർത്തനം ഭാവാർത്ഥവും വായിച്ചു തുടങ്ങുക. ആക്ച്വലി കുറച്ച് വലുതാണ് ഭാവാർത്ഥം, അപ്പോൾ 3 പേരായിട്ട് വായിക്കാം. കുറച്ച് വായിച്ചിട്ട് അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കുക, അങ്ങനെ 3 പേരായിട്ട് വായിച്ചോളൂ. യെസ്, വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. Hare Krishna. Vivartanam and Bhavartam by His Divine Grace A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada ki Jai. വിവർത്തനം. പ്രിയ അർജുന, എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്കു വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ആത്മീയ അന്തരീക്ഷത്തിലുള്ള കൃഷ്ണലോകം എന്ന ഗ്രഹത്തിൽ സർവോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനുമായി ഉറ്റ ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവർ കൃഷ്ണന്റെ ഈ നിർദ്ദേശത്തെ അനുസരിക്കുക തന്നെ വേണം. ഭഗവത്ഗീതയുടെ സത്ത് മുഴുവൻ ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രകൃതിയെ കീഴടക്കണമെന്ന് ഉദ്ദേശിച്ചും ആധ്യാത്മിക ജ്ഞാനമില്ലാതെയും ഭൗതിക ലോകത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ബദ്ധരായ ജീവാത്മാക്കൾക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത. അവർക്ക് തങ്ങളുടെ ആത്മീയ സത്യയെയും പരമപുരുഷനുമായുള്ള ശാശ്വത ബന്ധത്തെയും കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാമെന്നും സ്വധാമത്തിലേക്ക് ഭഗവത് സന്നിധിയിലേക്ക് എങ്ങനെ തിരിച്ചെത്താമെന്നുമാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ആത്മീയ പ്രവർത്തനത്തിൽ ഭഗവത് സേവനത്തിൽ വിജയം നേടാനുള്ള പദ്ധതി എന്തെന്ന് വിശദീകരിക്കുന്നു. ഈ പദ്യം ഇതാണ് ഭക്തിയുത സേവനം. കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തന്റെ സർവശക്തികളെയും കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഭക്തി രസാമൃത സിന്ധു 2:255 പറയുന്നു, അനാസക്തസ്യ വിഷയാൻ യഥാർഹമുപയുജ്ഞതഃ നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്യതേ. കൃഷ്ണനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ ആരും യാതൊരു പ്രവൃത്തിയും ചെയ്യരുത്. ഈ വ്രതത്തെ കൃഷ്ണകർമ്മം എന്ന് പറയുന്നു. ഒരാൾക്ക് പലവിധം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അവയുടെ ഫലങ്ങളിൽ ആസക്തി പാടില്ല. ഫലത്തെ ഈശ്വരാർപ്പണമായി കരുതണം. ഉദാഹരണമായി, ഒരാൾ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അതിനെ കൃഷ്ണാബോധ പ്രവർത്തനമാക്കാൻ ആ വ്യാപാരത്തെയും കൃഷ്ണന് വേണ്ടി തന്നെ ചെയ്യണം. വ്യവസായത്തിന്റെ ഉടമാവകാശം കൃഷ്ണനാണെന്നിരിക്കെ അതിൽ നിന്നുള്ള ആദായവും കൃഷ്ണനുള്ളതാണല്ലോ. വ്യാപാരിക്ക് $അനേകായിരം സമ്പാദിക്കാൻ സാധിച്ചാൽ അതെല്ലാം കൃഷ്ണനായി അയാൾ സമർപ്പിക്കുകയും വേണം. അയാൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇത് കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന കർമ്മമത്രേ. സ്വന്തം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഒരു മണിമന്ദിരം പണിയിക്കുന്നതിന് പകരം അയാൾക്ക് കൃഷ്ണന് വേണ്ടി ഒരു നല്ല ക്ഷേത്രം പണിയിക്കാം. കൃഷ്ണ വിഗ്രഹത്തെ അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് ആരാധനയെപ്പറ്റി ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പൂജാനുഷ്ഠാനങ്ങൾ തുടർന്ന് ചെയ്യാം. ഇതെല്ലാം കൃഷ്ണ കർമ്മമാണ്. അവയുടെ ഫലത്തോട് ആസക്തി പാടില്ല. ഫലം കൃഷ്ണന് സമർപ്പിക്കുകയും കൃഷ്ണനെ നിവേദിച്ചവ മാത്രം പ്രസാദമായി സ്വീകരിക്കുകയും വേണം. വളരെ വലിയ ഒരു കെട്ടിടമാണ് കൃഷ്ണനായി പണിയിച്ച ക്ഷേത്രമെങ്കിൽ ഭഗവത് വിഗ്രഹത്തെ അതിനകത്ത് പ്രതിഷ്ഠിച്ച ശേഷം അയാൾക്ക് അവിടെ താമസിച്ചുകൂടുന്നില്ല. പക്ഷേ കെട്ടിടത്തിന്റെ ആധിപത്യം കൃഷ്ണനാണ് എന്നോർക്കണം. അതാണ് കൃഷ്ണാവബോധം. കൃഷ്ണന് വേണ്ടി ഒരു ക്ഷേത്രം പണിയിക്കാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ, അയാൾക്ക് ഒരു കൃഷ്ണ ക്ഷേത്രം ശുചീകരിക്കുന്നതിൽ ഏർപ്പെടാം. അതും കൃഷ്ണകർമ്മം തന്നെ. ഒരാൾക്ക് തോട്ടത്തിൽ കൃഷി ചെയ്യാം. ഇന്ത്യയിൽ ഏറെ ദരിദ്രനായ ഒരാൾക്കും കുറച്ചെങ്കിലും ഭൂമി കൈവശമുണ്ടാകും. കൃഷ്ണന് വേണ്ടുന്ന അർച്ചനാ പുഷ്പങ്ങൾ അവിടെ വളർത്തിയെടുക്കാം. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ
തുളസി ഇലകൾക്ക് വലിയ പ്രാധാന്യമുള്ളതിനാൽ തുളസി ചെടി നട്ടുവളർത്തുന്നതും കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന കർമ്മം തന്നെ. പത്രം, പുഷ്പം, ഫലം, തോയം എന്നിങ്ങനെ തനിക്ക് അർപ്പിക്കേണ്ടുന്നവയെ ഭഗവാൻ സ്വയം വിവരിക്കുന്നുണ്ടല്ലോ. ഒരു ഇലയോ പൂവോ കായോ കുറച്ച് വെള്ളമോ നൽകിയാൽ മതി അദ്ദേഹം സംതൃപ്തനാവാൻ. ഇതിൽ പറയുന്ന ഇല മുഖ്യമായും തുളസിയാണ്. തുളസി ചെടി നട്ടുവളർത്താൻ ആർക്കും സാധിക്കും. ദരിദ്രനു പോലും ഇങ്ങനെ കൃഷ്ണാരാധനയിൽ ഏർപ്പെടാവുന്നതാണ്. കൃഷ്ണാർപ്പണമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണിവ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ വായിച്ചോട്ടെ. സമോത്കൃഷ്ടമായ കൃഷ്ണലോകത്തിൽ അദ്ദേഹത്തോട് ഒരുമിച്ച് വാഴുന്നതാണ് ജീവിതത്തിന്റെ പരിപൂർണതയെന്ന് കരുതുന്ന ഭക്തനെ എത്രേ മത്പരമ എന്ന പദം നിർദ്ദേശിക്കുന്നത്. ഉപരിലോകങ്ങളായ ചന്ദ്രലോകം, ദേവലോകങ്ങൾ എന്നിവകളിലേക്ക് പോകണമെന്ന് അങ്ങനെയുള്ള ഒരാൾ ആഗ്രഹിക്കുകയില്ല. പ്രപഞ്ചത്തിലെ പരമാനന്ദ ഗ്രഹമായ ബ്രഹ്മലോകം പോലും അയാൾക്ക് ആവശ്യമില്ല. അയാൾ അതിലൊന്നും ആകൃഷ്ടനല്ല. പരവ്യോമത്തിലേക്ക് ഉയർത്തപ്പെടാൻ മാത്രം അയാൾക്ക് ആകാംക്ഷയുണ്ട്. അവിടെയും ഉജ്ജ്വലമായ ബ്രഹ്മജ്യോതിസിൽ ലയിക്കണമെന്നല്ല, ഗോലോക വൃന്ദാവനം എന്ന പേരുള്ള അത്യുത്കൃഷ്ടമായ കൃഷ്ണലോകത്തിൽ എത്തിച്ചേരണമെന്നാണ് ഭക്തന്റെ ആഗ്രഹം. ആ ലോകത്തെക്കുറിച്ച് തികഞ്ഞ അറിവ് അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലും താല്പര്യമില്ലതാനും. മദ്ഭക്ത എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ ഭക്തി സാധനയിൽ വിശേഷിച്ച് ശ്രവണം, കീർത്തനം, സ്മരണം, ആരാധന, പാദസേവനം, പ്രാർത്ഥന, ആജ്ഞാനുവർത്തനം, സഖ്യം, സർവസ്വാർപ്പണം എന്നീ 9 പ്രക്രിയകളിൽ അയാൾ സദാ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ 9 പ്രക്രിയകളിലല്ല, അവയിൽ 8ലോ 7ലോ ഒന്നിൽ പോലുമോ എപ്പോഴും നിരതനായിരുന്നാൽ തന്നെ ഒരാൾക്ക് പരിപൂർണത നേടാമെന്നതിൽ സംശയമില്ല. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. താങ്ക് യു. ഷീല മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. സംഘവർജിത എന്ന പദം ശ്രദ്ധേയമാണ്. കൃഷ്ണനെ എതിർക്കുന്നവരോട് ഒരിക്കലും കൂട്ടുകൂടരുത്. നാസ്തികർ മാത്രമല്ല, കാമ്യകർമ്മങ്ങളിലും മാനസികാഭ്യൂഹങ്ങളിലും താല്പര്യമുള്ളവരും കൃഷ്ണന്റെ എതിരാളികളാണ്. പരിശുദ്ധമായ ഭക്തി സാധനയെ പറ്റി ഭക്തിരസാമൃത സിന്ധു 1:11 ഇങ്ങനെ പറയുന്നു: അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനാകർമ്മ മാദ്യനാവൃതം അനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തി ഉത്തമ. കറകളഞ്ഞ ഭക്തി സാധന ഇച്ഛിക്കുന്നവൻ ഭൗതിക കൽമഷങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് ഈ പദ്യത്തിലൂടെ ശ്രീല രൂപഗോസ്വാമി ബോധ്യപ്പെടുത്തുന്നത്. അവർ കാമ്യകർമ്മങ്ങളിലും ഊഹാപോഹങ്ങളിലും ആസക്തരായവരുമായുള്ള സഹവാസം ഉപേക്ഷിക്കണം. അത്തരം കൂട്ടുകാരിൽ നിന്നും ഭൗതിക കൃഷ്ണകളിൽ നിന്ന് ഉളവാകുന്ന മാലിന്യത്തിൽ നിന്നും മുക്തരായ ഒരാൾക്ക് കൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം സ്വച്ഛന്തം വളർത്തിയെടുക്കാം. ഇതാണ് ശുദ്ധഭക്തി സാധന. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം. ഹരിഭക്തി വിലാസം 11:676. ആനുകൂല്യത്തോടു കൂടി വേണം കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നതും കൃഷ്ണനു വേണ്ടി പ്രവർത്തിക്കുന്നതും. പ്രതികൂലത്തോടു കൂടി ആവരുത്. കൃഷ്ണന്റെ ശത്രുവായിരുന്നു കംസൻ. കൃഷ്ണൻ അവതരിച്ച നാൾ മുതൽക്ക് അദ്ദേഹത്തെ വധിക്കാൻ കംസൻ പലവിധത്തിലും ശ്രമിക്കുകയുണ്ടായി. തന്റെ ഉപായങ്ങളൊന്നും ഫലിക്കാതെ വന്നതുകൊണ്ട് കംസന് എപ്പോഴും കൃഷ്ണനെ കുറിച്ച് തന്നെയായി ചിന്ത. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമെല്ലാം കംസനിൽ കൃഷ്ണാവബോധം നിലനിന്നു. പക്ഷെ അനുകൂലമായിരുന്നില്ല ആ അവബോധം. അതുകൊണ്ട് നിരന്തരമായ കൃഷ്ണസ്മരണയോടെ ജീവിച്ചിട്ടും കംസൻ അസുരനെന്ന് കരുതപ്പെട്ടു. ഒടുവിൽ കൃഷ്ണന്റെ കൈയാൽ മരണമടയുകയും ചെയ്തു. കൃഷ്ണന്റെ കൈകൊണ്ട് മൃതിയടയുന്ന ഏതൊരാൾക്കും ഉടൻ തന്നെ മോക്ഷം ലഭിക്കുമെന്നതിന് സംശയമില്ല. എന്നാൽ അതല്ല ഭക്തന്റെ ലക്ഷ്യം. പരമഭക്തന് മോക്ഷാകാംക്ഷയല്ല, അത്യുത്കൃഷ്ടാഗ്രഹമായ ഗോലോക വൃന്ദാവനത്തിൽ എത്താൻ പോലും അയാൾക്ക് താല്പര്യമില്ല. എവിടെ ഇരുന്നാലും ശരി, കൃഷ്ണനെ സേവിക്കുക മാത്രമാണ് അയാളുടെ ലക്ഷ്യം. താങ്ക് യു മാതാജി. ഷീല മാതാജി വായിക്കൂ. സോറി, ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണഭക്തൻ സർവ്വജനങ്ങളുടെയും സുഹൃത്താണ്. അതിനാൽ അയാളെ നിർവൈരൻ എന്ന് പറയുന്നു. എങ്ങനെ? ഭക്തിഭരിതമായ കൃഷ്ണസേവനത്തിന് മാത്രമേ ജീവിതത്തിലെ സകല വിഷമ പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് കൃഷ്ണാവബോധസ്ഥനായ ഭക്തൻ അറിയാം. ഇത് അയാളുടെ സ്വാനുഭവമാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധം എന്ന ഈ പദ്ധതിയെ മനുഷ്യവർഗത്തിന് നൽകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു.
ഈശ്വരാവബോധ പ്രചരണത്തിന് വേണ്ടി സ്വജീവൻ പോലും ത്യജിക്കേണ്ടി വന്ന പല ഭക്തന്മാരെ കുറിച്ചും ചരിത്രം പ്രസ്താവിക്കുന്നുണ്ട്. മികച്ച ഒരു ഉദാഹരണമാണ് യേശുദേവൻ. അദ്ദേഹം അഭക്തന്മാരിൽ കുരിശിലേറ്റപ്പെട്ടു. അവബോധം പ്രചരിപ്പിക്കാനായി യേശു സ്വയം ബലിയാടായി തീർന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം. ഇന്ത്യയിലുമുണ്ട് ഠാക്കൂർ ഹരിദാസിനെയും പ്രഹ്ലാദ മഹാരാജാവിനെയും പോലുള്ളവർ ദൃഷ്ടാന്തങ്ങളായിട്ടുണ്ട്. എന്താണ് അവർക്ക് നേരിട്ട വിപത്തിന് കാരണം? അവർ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് തന്നെ പ്രയാസമേറിയ കൃത്യമാണ്. തനിക്ക് കൃഷ്ണനോടുള്ള ശാശ്വത ബന്ധം മറന്നുപോകുന്നത് കൊണ്ടാണ് മനുഷ്യന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് കൃഷ്ണാവബോധം തികഞ്ഞ ഭക്തനറിയാം. തന്റെ അയൽക്കാരനെ ഭൗതികങ്ങളായ വിഷമ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കലാണ് ഒരാൾക്ക് മനുഷ്യവർഗത്തിനു വേണ്ടി തന്നെ ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഉപകാരം. ആ നിലയിൽ ഒരു ശുദ്ധ ഭക്തൻ സദാ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. സർവസ്വവും പണയം വെച്ച് തന്റെ സേവനത്തിൽ മുഴുകുന്ന ഈ ഭക്തനോട് കൃഷ്ണന് എത്രയേറെ കനിവുണ്ടാകുമെന്ന് ഒന്ന് ഊഹിച്ചു നോക്കൂ. ദേഹത്യാഗത്തിന് ശേഷം അവർ തീർച്ചയായും പരമോന്നത ലോകത്തിലെത്തും. ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്, ഫൈനൽ അവസാനത്തെ പാരഗ്രാഫ് വേറെ ആരെങ്കിലും വായിക്കൂ? ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. ചുരുക്കി പറയാം, ഒരു ക്ഷണികാവിഷ്കാരമായ വിശ്വരൂപവും സർവസംഹാരിയായ കാലത്തിന്റെ രൂപവും ചതുർഭുജനായ വിഷ്ണുവിന്റെ ആകൃതിയും കൃഷ്ണൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആവിർഭാവങ്ങളുടെയും ഉറവിടം കൃഷ്ണനാണ്. മറിച്ച് ആദിമമായ വിശ്വരൂപത്തിന്റെയോ വിഷ്ണുവിന്റെയോ പ്രത്യക്ഷീഭാവമല്ല കൃഷ്ണൻ. അദ്ദേഹത്തിൽ നിന്നാണ് സർവ്വരൂപങ്ങളുടെയും ഉദ്ഭവം. വിഷ്ണു രൂപങ്ങൾ അനേകമുണ്ട്. എന്നാലും ഭക്തന്റെ ദൃഷ്ടിയിൽ മൗലികവും ദ്വിഭുജവുമായ ശ്യാമസുന്ദരാകൃതിക്കാണ് പ്രാധാന്യം. ശ്യാമസുന്ദരനായ കൃഷ്ണനിൽ ഭക്തിപ്രേമങ്ങളാൽ ആകൃഷ്ടരായവർക്ക് അദ്ദേഹത്തെ എപ്പോഴും സ്വഹൃദയങ്ങളിൽ കാണാൻ കഴിയുമെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. മറ്റൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. കൃഷ്ണൻ അനിവാര്യനും പരമപുരുഷനുമാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ 11-ാം അധ്യായത്തിന്റെ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വരൂപം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണത്. ശ്രീല പ്രഭുപാദി ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ വായിച്ചു. ഭഗവത്ഗീതയുടെ എസെൻസ് ആണ്, സാരാംശമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്താണ് പറയുന്നത്? 5 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അവർ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു സംശയവും വേണ്ട അതിന്. യസ മാം ഇതി പാണ്ഡവ, അതായത് അർജുന, ഒരു സംശയവും വേണ്ട. ഈ കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ, 5 കാര്യങ്ങൾ അർജുനനോട് പറയുന്നത്, അർജുനൻ ചെയ്യുവാണെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിലും ആര് ചെയ്യുവാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവർ അവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുമെന്നുള്ളത് ഭഗവാൻ ഉറപ്പ് പറയുന്നു. എന്താണ് ഈ 5 കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. മത് കർമ്മകൃത്, മത് പരമോ, മത് ഭക്ത, സംഘവർജിത, നിർവൈര. 5 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മത് കർമ്മകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല ശ്ലോകങ്ങളിൽ. നമ്മുടെ ഈ ഒരു സീരീസിൽ നമ്മൾ കർമ്മത്തെ ഭഗവാനിൽ സമർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയും വീണ്ടും ഭഗവാൻ പറയുന്നു. ഒന്ന് നോക്കൂ, 3-ാമത്തെ അധ്യായങ്ങളിലൊക്കെയാണ് അത് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഇത് 11-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോഗത്തിൻ്റെ സെക്ഷനിൽ വരുന്നതാണ്. 11-ാമത്തെ അധ്യായത്തിൻ്റെ വിശ്വരൂപം കാണിക്കുന്ന ഭഗവാന്റെ ആ ഒരു അധ്യായത്തിൻ്റെ അവസാന ശ്ലോകമാണിത്. അവിടെയും ഭഗവാൻ പറയുന്നു, ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത്. അതാണ് ആദ്യത്തെ അർത്ഥം, ആദ്യത്തെ കാര്യം. നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓരോന്നിലേക്ക് പോവാം. അതിനു മുമ്പ് 2 പറയുന്നു, മത് പരമഹ, അതായത് എന്നെ പരമപുരുഷനായിട്ട്, അല്ലെങ്കിൽ എല്ലാത്തിനേക്കാൾ മുകളിലായി, അല്ലെങ്കിൽ എല്ലാത്തിനേക്കാൾ കൂടുതൽ അതിൻ്റെ മുൻഗണന കൊടുത്ത് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ഭഗവാന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവാൻ മാത്രം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി, ഏറ്റവും കൂടുതൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത് ഭഗവാനാണെങ്കിൽ അതിനെ മത്പരമ എന്ന് പറയും.
പരമ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ, ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് പ്രയോറിറ്റി. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം, മത് പരമഃ. 3 മത് ഭക്തഃ, അതായത് എൻ്റെ ഭക്തനാവൂ. ഭക്തനാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യൂ, നാമം ജപിക്കൂ, വായിക്കൂ, എന്നെക്കുറിച്ച് കേൾക്കൂ, എന്നെക്കുറിച്ച് ചർച്ച ചെയ്യൂ. ഇതെല്ലാം ഭക്തിയുത സേവനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രവണം, കീർത്തനം, സ്മരണം ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ ഭക്തരാണ്. അപ്പോൾ അതാണ് പറയുന്നത് ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടൂ. അതാണ് മത് ഭക്തഃ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 4 സംഘവർജിതഃ, അതായത് ആവശ്യമില്ലാത്ത ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കുക. അതിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഫലോധിഷ്ഠിത കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. മാനസികമായ പല ഊഹാപോഹങ്ങളിൽ നിന്ന് പലവരും ഊഹാപോഹങ്ങൾ നടത്തുന്നുണ്ട്. അതങ്ങനെ ഇങ്ങനെ, അതായത് ഭഗവത്ഗീത എന്ത് പറയുന്നു, ഭാഗവതം എന്ത് പറയുന്നു, അത് ശരിയായിട്ടുള്ള രീതിയിലല്ല, അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാണ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളെപ്പോലുള്ളവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സംഘത്തിൽ മാത്രം നിൽക്കുക. സംഘവർജിത എന്ന് ഉദ്ദേശിക്കുന്നത് മോശമായിട്ടുള്ള സംഘം, അഭക്തരായിട്ടുള്ളവർ, ഭക്തരല്ലാത്തവരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അതിലെ ഏറ്റവും വലിയ ഓക്കെ, അതിനെക്കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാം. ആ ഒരു സെക്ഷൻ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവുണ്ട് നമുക്ക്. ആ ശത്രുവിൽ നിന്ന് ആദ്യം മാറി നിൽക്കുക. ആരാണ് ശത്രു എന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു. 5ാമത്തെ കാര്യം എന്താണ്? നിർവൈരഹ, അതായത് ആരോടും അസൂയ തോന്നാതിരിക്കുക, ആരോടും ശത്രുതയില്ലാതിരിക്കുക. ഇതാണ്, ആരോടും അസൂയ തോന്നാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ക്രിട്ടിസൈസ് ചെയ്യാതെ, പഴി പറയാതെ, കംപ്ലൈൻറ്റ് പറയാതെ, ശത്രുതയില്ലാതെ, അസൂയ തോന്നാതെ, അങ്ങനെ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുവാനാണ് ഭഗവാൻ പറയുന്നത്. 5 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മത് കർമ്മകൃത്, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യൂ. മത് പരമഃ, എന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി മാറ്റൂ. ഏറ്റവും കൂടുതൽ മുൻഗണന, നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന എനിക്ക് തരൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. 3 മത് ഭക്തഃ, എൻ്റെ ഭക്തനായി മാറൂ. ഭക്തനായി മാറുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. അതിൽ ശ്രവണം, കീർത്തനം, സ്മരണം ഇതെല്ലാം വരുന്നു. 4ാമത്തെ കാര്യം സംഘവർജിതഃ, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കുക. 5 നിർവൈര, ആരോടും ശത്രുതയില്ലാതെ, ആരോടും അസൂയ തോന്നാതെ, ആരെയും പഴി പറയാതെ, ക്രിട്ടിസൈസ് ചെയ്യാതെ, കംപ്ലൈൻറ്റ് പറയാതെ ഇരിക്കുക. അതിനെയാണ് നിർവൈരഹ. ഈ 5 കാര്യങ്ങൾ ഭഗവാൻ പറയുന്നു. ആരാണോ ഇത് ഫോളോ ചെയ്യുന്നത്, യ സ മാം ഇതി പാണ്ഡവ, തീർച്ചയായിട്ടും അവർ എൻ്റെ അടുത്ത് വന്നിരിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് പറയുന്നു. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദി ഈ ഒരു ശ്ലോകത്തെ ഭഗവത്ഗീതയുടെ സാരാംശം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. ആ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഭഗവാനാണ്. അവിടേക്ക് എത്തുവാനുള്ള മാർഗമാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഭഗവത്ഗീതയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ മറന്നാലും കുഴപ്പമില്ല, ഈ 5 കാര്യങ്ങൾ ഓർത്താൽ മതി. മറക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ എസെൻസ് എന്ന് പറയാൻ, സാരാംശം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറെ ഒന്നും ഓർമ്മയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ 5 കാര്യങ്ങൾ ഓർമ്മ വരുവാണെങ്കിൽ, അത് ഫോളോ ചെയ്യുവാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭഗവാനാണ്. ഭഗവാൻ നേരിട്ട് പറയുന്നു, ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് അവർ വന്നിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം നോക്കാം, മത് കർമ്മകൃത്ത്. നമ്മൾ മത് കർമ്മകൃത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം ദിനചര്യയിൽ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ് മത് കർമ്മം, ഭഗവാന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. അത് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതിന് തെറ്റില്ല. കാര്യം നാമജപവും മറ്റുള്ള ഭക്തിയുത സേവനങ്ങളും, കീർത്തനവും, നാമജപം, ക്ലാസ് കേൾക്കലും, ചർച്ച ചെയ്യലും ഒക്കെ നമ്മുടെ 24 മണിക്കൂറിലെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവനും പല വേറെ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, പല വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ഉത്തരവാദിത്വങ്ങൾ, ജോലിക്ക് പോകുന്നു, ചിലവർ വീട്ടിലെ കുക്കിംഗ്, സ്ത്രീകളെല്ലാവരും വീട്ടിൽ കുക്ക് ചെയ്യുന്നു,
കുട്ടികൾ പഠിക്കാൻ പോകുന്നു, പുരുഷന്മാർ ജോലിക്ക് പോകുന്നു, അങ്ങനെ കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 24 മണിക്കൂറിലെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് അങ്ങനെയുള്ള കർമ്മങ്ങളിലാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഭഗവാൻ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നത് കർമ്മം സമർപ്പിക്കൂ, നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതെനിക്ക് സമർപ്പിക്കുന്നു. ഇവിടെയും പറയുന്നു, 11ാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തിലും അദ്ദേഹം പറയുന്നു. 3ാമത്തെ അധ്യായത്തിലൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട് അത്. ഇവിടെ അവസാനത്തോടു കൂടി, അത് 11ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഏകദേശം ഭഗവത്ഗീതയുടെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് എത്തി. അപ്പോഴും ഭഗവാൻ പറയുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മളിവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവരാണ്. നമ്മളാരും സന്യാസിമാരോ അല്ലെങ്കിൽ ബ്രഹ്മചാരിമാരോ ആശ്രമത്തിൽ ജീവിക്കുന്നവരല്ല. നമ്മുടെ ആശ്രമം വീടാണ്, അല്ലേ? അതായത് ഫാമിലി ലൈഫ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ വീട് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ പല ആളുകളുണ്ടാവും. പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും, ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും, വീട്ടിൽ അതായത് ഹൗസ് വൈഫ്സ് ഉണ്ടാവും. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരെ കാണാം, അല്ലേ? ഇപ്പോൾ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ധർമ്മം എന്താണ്? അവരുടെ ധർമ്മം പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്ന സമയത്ത് നമ്മുടെ ധർമ്മം പഠിക്കുക, അതായത് കുട്ടികളുടെ ധർമ്മം പഠിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ധർമ്മമാണ് അവരുടെ. ആ ഒരു പ്രായത്തിൽ അവർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി, അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭക്തിയും കൂടെ അതായത് പഠിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ പതുക്കെ അതും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ടാണ് ശ്രീ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്, കൗമാരം ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. കൗമാര പ്രായത്തിൽ തന്നെ ഭക്തിയുത സേവനങ്ങൾ ചെയ്തു തുടങ്ങണമെന്നാണ് പ്രഹ്ലാദ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ. കൗമാര പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സ് വരെ ഓക്കെ, അതുവരെ കുറേ കളികളും തമാശകളും കുട്ടികളാകുമ്പോൾ കുസൃതികളൊക്കെ ഉണ്ടാവും. 5 വയസ്സ് കഴിഞ്ഞാൽ സീരിയസ് ആവണമെന്നാണ് പറയുന്നത് പ്രഹ്ലാദ്. ദുർലഭം മാനുഷം ജന്മ എന്നാണ് പറയുന്നത്. അതായത് ദുർലഭമാണ് മനുഷ്യജന്മം, അതുകൊണ്ട് സമയമില്ല പാഴാക്കാൻ. അതുകൊണ്ട് 5 വയസ്സിൽ തന്നെ തുടങ്ങണമെന്ന് പ്രഹ്ലാദ് പറയുന്നു. അപ്പോൾ ഓക്കെ, 5 വയസ്സിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യം. ഇനി വരുന്ന ജനറേഷന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് സാധിക്കില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ചെയ്യാം. അറ്റ്ലീസ്റ്റ് കൗമാരപ്രായം കഴിഞ്ഞു, വാർദ്ധക്യത്തിലാണെങ്കിൽ പോലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ള സമയം നമുക്ക് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെ കൃഷ്ണ കോൺഷ്യസ് എങ്ങനെ ഇത് കൂടെ കൊണ്ടുപോകാൻ, അവർ പഠിക്കുന്ന കൂട്ടത്തിൽ ഭഗവാന്റെ അത് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അവർ കൊണ്ടുവരുവാണെങ്കിൽ വളരെ 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 നല്ലതാണ്. ഈ കൂട്ടത്തിൽ ഒരുപാട് പാരൻസ് ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളും ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടുകൂടി പറയുവാണ്, നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവത്ഗീതയൊക്കെ പഠിക്കുക, കുട്ടികളുടെ ലെവൽ അനുസരിച്ചിട്ട് ചെയ്യുക. അത് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പഠനത്തിനൊപ്പം, നോർമൽ കോളേജിലെയും സ്കൂളിലെയും പഠനത്തിനൊപ്പം ഇതും കൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം വേറെ ഒന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ബുദ്ധി ഷാർപ്പാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഇനി അവരുടെ ഫ്യൂച്ചറും ഒക്കെ ഡെഫിനറ്റ്ലി ബുദ്ധി ക്ലിയർ ആണെങ്കിൽ എളുപ്പമാണ്, അല്ലേ? ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശാസ്ത്രങ്ങളും ഇതെല്ലാം പഠിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതായത് നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സബ്ജക്റ്റുകൾ പോലും നമുക്ക് മെമ്മറൈസ് ചെയ്യാനും മനസ്സിലാക്കുവാനും കൂടുതൽ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഭക്തിയും സഹായിക്കുന്നുണ്ട്. ഭഗവാന്റെ നാമവും ശാസ്ത്ര പഠനവും ഒക്കെ അതിന് സഹായിക്കും. കാര്യം ഒരുപാട് ശക്തിയാണ് ഇതിനുള്ളത്. ശാസ്ത്രം പഠിക്കുക, ശ്ലോകങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നാമം ജപിക്കുക, ഇതിനൊക്കെ ഒരുപാട് ശക്തിയുണ്ട്. സോ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ ചിന്തിക്കുക, അല്ലെങ്കിൽ പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസ് ചിന്തിക്കുക. കുട്ടികൾ ചെയ്യുന്നത് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അവരുടെ ഒരു ധർമ്മമാണ്. സ്കൂളിൽ ആ ഒരു പ്രായത്തിൽ അവരുടെ ധർമ്മം പഠിക്കുക എന്നുള്ളതാണ്. സോ ആ സമയത്തും ഭഗവാനെ സമർപ്പിക്കുക. അതായത് സ്കൂളിൽ പോകുന്നതും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കുട്ടികൾ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളും. അപ്പോൾ കുട്ടികളുടെ കാര്യം അങ്ങനെ. ഇനി വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകാത്തവരുണ്ടെങ്കിൽ ബാക്കി പോകുന്നവരും പോകാത്തവരും വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ പാചകം ചെയ്യാതെ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓർക്കുക, നമ്മളിത് ചെയ്യുന്നത് ഭഗവാന്റെ ഒരു സേവനമാണ് എന്നുള്ളത്. ഭഗവാന്റെ സേവനമാണെന്ന് ഓർത്തുകൊണ്ട്
ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭഗവാന് നമ്മൾ സമർപ്പിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വേറെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അതിനുശേഷം ഭഗവാന് സമർപ്പിച്ച് ഭഗവാൻ കഴിച്ച ബാക്കി നമുക്ക് തരുന്ന ആ പ്രസാദമാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അതാണ് വീട്ടിലുള്ള ഹൗസ് വൈഫുകളായിട്ടുള്ള ഭക്തർ ചെയ്യേണ്ടത്. അപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും ക്ലീൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇതെല്ലാം ഭഗവാന്റെ സർവീസ് ആണെന്നുള്ളത് ഓർക്കുക. കാര്യം നമ്മുടെ വീട്ടിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ വീടാണ്. നമ്മളെല്ലാവരും അവിടെയുള്ള വാടകക്കാരാണ്. വാടകക്കാരായിട്ടുള്ള നമ്മുടെ ജോലി എന്താണ്? വീടെല്ലാം വൃത്തിയാക്കി, അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ പണിക്കാരാന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ, ഒരു കുഴപ്പമില്ല. ഭഗവാന്റെ സെർവൻ്റ് ആണെന്ന് പറയുന്നത്, ഭഗവാന്റെ പണിക്കാരാണെന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കണം. കാര്യം അതാണ് സത്യാവസ്ഥ. അതിനെയാണ് സത്യം അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഈഗോ. നമ്മൾ പറയും ഫോൾസ് ഈഗോ, മിഥ്യാഹങ്കാരം, അഹങ്കാരം. ശരിയായിട്ടുള്ള അഹങ്കാരമാണ് ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്ന് പറയുന്നത്. അത് തെറ്റല്ല, അത് നല്ലൊരു കാര്യമാണ്. നേരെ തിരിയുമ്പോഴാണ് പ്രശ്നം. ഞാനാണ് എല്ലാം എന്ന് പറയുമ്പോൾ അവിടെ മാറി. ഭഗവാനില്ലാതെ നമ്മൾ ഭഗവാനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മിഥ്യാഹങ്കാരമായി മാറുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യുവാനും പല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ ആ ഒരു അവബോധത്തെ ഒന്ന് ട്യൂൺ ചെയ്താൽ മാത്രം മതി. ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ചെയ്യുന്നത് ഭഗവാന് സമർപ്പിച്ച് ആ ബോധത്തിൽ, ആ അവബോധത്തിൽ ചെയ്യുക. ഇത് ഭഗവാന്റെ വീടാണ്, ഇതെല്ലാം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹമാണ് എനിക്ക് ഈ ഫാമിലി തന്നിട്ടുള്ളത്. എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, അല്ലെങ്കിൽ നേരെ തിരിച്ച് ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫാമിലി ഒരുമിച്ച് വന്നത് ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ്. സോ നമുക്ക് ഓരോരുത്തർക്കും ഡ്യൂട്ടിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, എല്ലാവരെയും നോക്കേണ്ട കാര്യവും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതും ഭഗവാന്റെ ഒരു സേവനമാണ്. ഡയറക്റ്റ് സർവീസോ ഇൻഡയറക്റ്റ് സർവീസോ എന്നുള്ളത് നോക്കണ്ട. നമ്മൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഈ ഒരു ഫെസിലിറ്റി എനിക്ക് തന്നിട്ടുള്ളതെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഭഗവത് സേവനമായി മാറുന്നു. അതാണ്. ഇനി എന്തിനു പറയണം, ഒരു ടാക്സി ഡ്രൈവറിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ടാക്സി ഓടിക്കുന്ന ഒരാൾ ഇപ്പോൾ ഒരു മദ്യപാനി വന്ന് ബാറിൽ നിന്ന് ഇറങ്ങി ടാക്സിയിൽ കയറി കഴിഞ്ഞാലും ആ ടാക്സി ഡ്രൈവറിൻ്റെ ധർമ്മം എന്താണ്? അയാളെ എവിടെയാണോ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, അയാൾക്ക് എവിടെ പോകേണ്ട വെച്ചാൽ അവിടെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. ആര്? ടാക്സി ഡ്രൈവർ ചെയ്യും. അപ്പോൾ ടാക്സി ഡ്രൈവറിൻ്റെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും പറയുവാണ്, അവർ പോലും ചിന്തിക്കണം, കള്ളു കുടിക്കണ ആയിക്കോട്ടെ, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇന്ന് അയാൾ കള്ളു കുടിക്കുന്നുണ്ട്, നാളെ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത 5 ജന്മത്തിൽ അദ്ദേഹം ശുദ്ധഭക്തനായി മാറുമായിരിക്കാം. ചിലപ്പോൾ നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നേക്കാൾ മുമ്പ് ഇവർ പോയിരിക്കാം, പറയാൻ പറ്റില്ല. സോ ഓർക്കുക, ഈ ലോകത്തിലെ എല്ലായിടത്തും ഭഗവാനുണ്ട്. ഓരോ കണങ്ങളിലും ഭഗവാനുണ്ട്. ഓരോരുത്തരുടെ ഹൃദയത്തിലും ഭഗവാൻ ഇരിപ്പുണ്ട്. ഇന്ന് അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നാളെ അവരെല്ലാവരും ഭഗവാന്റെ ഭക്തരായി മാറാൻ പോകുന്നവരാണ് എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാന്റെ ശുദ്ധഭക്തരായി മാറേണ്ടവരാണ്. കാലാകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു ദിവസം ഉണ്ടാവും. അത് എന്നാണെന്ന് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ആവട്ടെ, അപ്പോൾ ടാക്സി ഡ്രൈവറിൻ്റെ കാര്യം മാത്രമല്ല, ആരെങ്കിലും അവിടെ നമ്മൾ കാണുന്ന ആരാണെങ്കിലും അത് ഓർക്കുക, ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഭക്തരായി മാറുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സർവീസസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുടക്ക് കൂടാതെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതും ഭഗവാന്റെ സർവീസാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. കാര്യം അദ്ദേഹം ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു അവബോധം മാറ്റുക. പല്ല് തേക്കുന്നതും ഫ്രഷ് ആവുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ഫ്രഷായി നാമം ജപിക്കുന്നു, കുക്ക് ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം അപ്പോൾ കുക്ക് ചെയ്യുന്നതും നാമം ജപിക്കുന്നതൊക്കെ ഭഗവാന്റെ സേവനമാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ റെഡിയാവുകയാണ് അല്ലെ, നമ്മൾ റെഡിയാവുന്നു വൃത്തിയായിട്ട്, വൃത്തിയോടുകൂടി വെടുപ്പോടുകൂടി പുതിയ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ധരിച്ച് നമ്മൾ പോകുന്നു. കാര്യം നമ്മൾ ഭഗവത് സേവനത്തിന് പോകാൻ തയ്യാറെടുക്കുവാണ്. അപ്പോൾ അതിനു മുമ്പുള്ള തയ്യാറെടുപ്പും ആക്ച്വലി സേവനത്തിൻ്റെ ഒരു ഭാഗമാണ്.
ആ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ ഭഗവാന്റെ സേവനം ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ വൃത്തിയായി എല്ലാം വൃത്തിയോടുകൂടി വെടുപ്പോടുകൂടി ഞാൻ ചെയ്യണം എന്നുള്ളൊരു ബോധം നമുക്ക് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം ഭഗവത് സേവനമായി മാറുന്നു, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഭഗവാനെ സമർപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവബോധത്തിൻ്റെ ഒരു സ്വിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മാറുന്നില്ല, ആ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഓഫായി കിടക്കുന്നതിനെ ഒന്ന് ഓൺ ചെയ്തിടുക, അത്രയേ ഉള്ളൂ. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. മത് കർമ്മകൃത്, ഭഗവാൻ പറയുന്നു, കർമ്മം ചെയ്യൂ, എനിക്ക് വേണ്ടി, എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. എന്ത് ചെയ്യുന്നു നിങ്ങൾ, എന്താണെങ്കിലും എന്ത് വേണമെങ്കിൽ ആവട്ടെ, അത് എനിക്ക് സമർപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചറാവാം, സ്റ്റുഡൻ്റ് ആവാം, എൻജിനീയർ ആവാം, ഡോക്ടർ ആവാം, വീട്ടിലുള്ള ഹൗസ് വൈഫ് ആവാം, ആരാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളും ഭഗവാൻ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആ കഴിവുകളും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ കഴിവുകൾ ഭഗവാന്റെ സേവനങ്ങളിലേക്കാണ് ഉപയോഗിക്കേണ്ടത്. ചിലവർ നന്നായി വരയ്ക്കും, ചിലവർ നന്നായി പാടും, ചിലവർ ഡാൻസ് കളിക്കും, ചിലവർ നന്നായി പാചകം ചെയ്യും, ചിലവർ നന്നായി പ്രഭാഷണം ചെയ്യും. അങ്ങനെ പല കഴിവുകളായിരിക്കും ഓരോരുത്തർക്ക് കൊടുത്തിട്ടുള്ളത് ഭഗവാൻ. ഓരോരുത്തരുടെയും സുകൃതി അനുസരിച്ച്, അവരുടെ ക്രെഡിറ്റ് അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കിട്ടുന്നു. എന്നാൽ ഈ കഴിവുകളൊക്കെ എവിടെ നിന്ന് വന്നു? ഭഗവാൻ നിന്ന് വരുന്നു. പൗരുഷം നൃഷു, ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായത്തിൽ, രസോഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂരയോ പ്രണവ സർവവേദേഷു ശബ്ദ കെ പൗരുഷം നൃഷു. പൗരുഷം നൃഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിലുള്ള എബിലിറ്റീസ്, നമ്മുടെ കഴിവുകൾ, അത് ഞാനാണ് എന്ന് ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സോ ഇതെല്ലാം ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. അപ്പോൾ നന്നായി നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നന്നായി വരയ്ക്കുന്നുണ്ടെങ്കിൽ, നന്നായി പാടുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മൾ ഓർക്കണം, ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സേവനത്തിലേക്ക് ഉപയോഗിക്കാനാണ്, അല്ലാതെ നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗത്തിനല്ല എന്നുള്ള ബോധമാണ് നമുക്ക് വരേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം, ഈ കഴിവുകളെല്ലാം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആക്ച്വലി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കൊള്ളക്കാരെ പോലെയാണ്. അതായത് തട്ടിയെടുക്കും, ഭഗവാനിൽ നിന്ന് എടുത്ത ക്വാളിറ്റീസും കഴിവുകളും ഒക്കെ നമ്മൾ പിശുക്കനെ പോലെ പിടിച്ച് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാം തട്ടിപ്പറിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നില്ല. തട്ടിപ്പറിക്കുക എന്ന് പറഞ്ഞത് ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു കള്ളനോ കൊള്ളക്കാരനോ ചെയ്യുന്ന കാര്യമാണ്, അല്ലേ? അതായത് ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം നമുക്ക് തരുന്നതാണ്, നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളതിനെ തിരിച്ച് ഭഗവാനെ സമർപ്പിച്ചില്ലെങ്കിൽ ശരിക്കും നമ്മൾ കൊള്ളക്കാരെ പോലെ, അല്ലെങ്കിൽ കള്ളന്മാരെ പോലെയാണ്. ഒരു കാര്യം ഓർക്കണം, നമ്മൾ തിരിച്ച് സമർപ്പിക്കുമ്പോൾ എല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത വരും. ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ചിന്താഗതി മാത്രമേ മാറ്റേണ്ട ആവശ്യമുള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞത്, ആ സ്വിച്ച് മാത്രം ഒന്ന് ഇട്ടാൽ മതി, ഓഫായി കിടക്കുന്നതിനൊന്ന് ഓൺ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അത്രയും ചെയ്താൽ തന്നെ നമ്മൾ സേഫാണ്. അല്ലെങ്കിൽ എന്താണ്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഭഗവാനോട് ചെയ്യുന്ന അനീതിയാണ്. നമ്മളെ സഹായിക്കുന്ന ഒരാൾ, നമ്മുടെ വെൽവിഷറായിട്ടുള്ള ഒരാൾ, നമ്മുടെ കൂടെ എപ്പോഴും നിന്ന് നമുക്ക് എല്ലാം ചെയ്തു തരുന്ന ഒരാളോട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല, നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ, എന്നിട്ടും അവർ പിന്നാലെ വന്നിട്ട് പറയാണ് അതങ്ങനെയല്ല, എടുത്തോളൂ, ഇത് ചെയ്തോളൂ, അത് ചെയ്തോളൂ, കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളോട് നമ്മൾ ചെയ്യണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട, പോയി പണി നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് ചെയ്യുന്നത്, ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായ്പ്പോഴും എവിടെ നമ്മൾ പോയാലും അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. നമ്മൾ വേണ്ട വില കൊടുക്കുന്നില്ല. നമ്മൾ വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഭഗവാനോട്. ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ നോർമൽ സർക്കിളിലാണെങ്കിൽ ഇതേപോലെ ഒരാൾ നമ്മളോട് എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് അവരോട് നമ്മൾ മോശമായിട്ട് പെരുമാറുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ആ റിലേഷൻഷിപ്പ് എങ്ങനെ ശരിയാവും? അല്ലേ? ഇപ്പോൾ ഒരാൾ നമുക്ക് കത്തെഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇമെയിൽ എഴുതുകയാണ്, വാട്സപ്പ് അയക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ
നമുക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് വലുതോ ചെറുതോ എന്തെങ്കിലും ആവട്ടെ, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, മെസ്സേജും പ്രധാനപ്പെട്ടതാണ്. സോ അതിന് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലേ? അപ്പം ആ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമുക്കറിയില്ല എന്തുകൊണ്ട് ആ മെസ്സേജ് വന്നു എന്നുള്ളത്. അറിയുന്ന ഒരാൾ, വളരെ നല്ല റിലേഷൻ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാതെ അതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, രണ്ടാമത്തെ അയച്ചു, മൂന്നാമത്തെ അയച്ചു, ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് തോന്നും? എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു റിലേഷൻ എന്തോ പ്രോബ്ലം വന്നിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? അപ്പോൾ അത് പക്ഷേ ആ റിസീവ് ചെയ്യുന്ന ആൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. അത് അയാളുടെ ഡ്യൂട്ടിയാണ്, അല്ലേ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനും നോക്കണം. പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ഇതേപോലെ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്, ജന്മജന്മാന്തരങ്ങളായിട്ട്. ഇങ്ങോട്ടേക്ക് തിരിയൂ, എന്നെ ഒന്ന് നോക്കൂ, നിങ്ങൾ മറന്ന് വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ വേണ്ട, എനിക്ക് ഈ മെസ്സേജൊക്കെ വേണ്ട, ഡിലീറ്റ്, പെർമനൻ്റ്ലി ഡിലീറ്റ്. അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സോ അതിനൊരു അവസാനം വേണം. ആ അവസാനം ഈ ജന്മം കൊണ്ടാവണം നമുക്ക്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് കൃഷ്ണകഥാമൃതത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ആർക്കും പ്രോഫിറ്റ്, ഇത് സപ്താഹം നടത്തി പൈസ ഉണ്ടാക്കുന്ന സംഭവമല്ല, ഉപജീവന മാർഗമായിട്ട് ചെയ്യുന്നതല്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഭഗവാനിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ലക്ഷ്യമായിരിക്കണം ഭഗവാൻ. അതാണ് അടുത്ത വാക്കും, അതായത് മത് പരമഹ എന്ന് പറയുന്നത് അതാണ്. ഭഗവാനാണ് പരമപുരുഷൻ, അദ്ദേഹമാണ് എൻ്റെ എല്ലാം, എൻ്റെ പ്രയോറിറ്റി, എൻ്റെ മുൻഗണന. അപ്പോൾ ആദ്യം നമ്മൾ മത് കർമ്മകൃത്തിനെ കുറിച്ച് പറഞ്ഞു, ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി. സംസിദ്ധിർ ഹരി തോഷണം, ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അത് സിമ്പിളാണ്. ശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണോ അത് ഫോളോ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടി ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് തന്നെ മത് കർമ്മകൃതായി. മത് പരമഹ, ഭഗവാനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ. സെക്കൻഡ് പ്രയോറിറ്റി അല്ല, ഫസ്റ്റ് പ്രയോറിറ്റി. ആദ്യത്തെ മുൻഗണന, പ്രയോറിറ്റി അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ആചാര്യന്മാരൊരു ഉദാഹരണം പറയും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ സാധനങ്ങൾ കുറേ നമ്മൾ പാക്ക് ചെയ്ത് പോകുമ്പോൾ എന്താ ചെയ്യുക? വലിയ വലിയ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം നിറയ്ക്കും, പെട്ടിയിൽ വെക്കും. ചെറിയ സാധനങ്ങളൊക്കെ സൈഡിൽ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരികെ കയറ്റും, അല്ലേ? അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എല്ലാ ചെറിയ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ സാധനങ്ങൾ വെക്കാൻ സാധിക്കില്ല. അതേപോലെ നമ്മുടെ 24 മണിക്കൂർ, നമ്മുടെ ഓരോരുത്തരുടെയും 24 മണിക്കൂർ എന്ന് പറയുന്നത് ഈ പെട്ടി പോലെയാണ്, സ്യൂട്ട് കേസ് പോലെയാണ്. അപ്പോൾ അതിലെ വലിയ സാധനങ്ങളും ചെറിയ സാധനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ സാധനം ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാധനം. അതെന്താണ്? തീർച്ചയായിട്ടും അത്, ഒരു മിനിറ്റ്, ഇടയിൽ എന്തോ ശബ്ദം വന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഓക്കെ. സോ 24 മണിക്കൂർ എന്ന് പറയുന്നത്, നമ്മൾ എക്സാമ്പിൾ പറയുന്നു, ഒരു സ്യൂട്ട് കേസ് പോലെയാണെങ്കിൽ യാത്രയ്ക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട സാധനങ്ങളാണ് വലുതായിട്ടുള്ള സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വലുതാണെന്ന് കൂട്ടുക. അതേപോലെ നമ്മുടെ 24 മണിക്കൂറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ സാധനം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനങ്ങളാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ്. നാമജപം, ശ്രവണം, ഭഗവത് ശ്രവണപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീത, ഭാഗവത പഠനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ വലിയ സാധനങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾക്ക് നമ്മൾ ആദ്യം സമയം കണ്ടെത്താൻ നോക്കുക. ആദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറിലെ കാലത്ത് തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ, കാലത്ത് സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ, പക്ഷേ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്, പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഭഗവാനെ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യും. ഇതാണ് സത്യം.
യേ യഥാമാം പ്രപത്യന്തി താം തദേവ ഭജാമിയം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. നിങ്ങൾ എന്നെ പ്രയോറിറ്റൈസ് ചെയ്താൽ ഞാൻ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ നമുക്ക് മുൻഗണന തരും എന്നാണ്, നമ്മൾ അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ. സോ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാമജപം, ബാക്കിയുള്ള സേവനങ്ങൾ, അത് 2 മണിക്കൂറേ ചെയ്യുന്നുള്ളൂ വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അതിന് പ്രാധാന്യം കൊടുക്കുക. 2 മണിക്കൂറിൻ്റെ ആക്ടിവിറ്റി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുന്നത്, ആധ്യാത്മിക കാര്യങ്ങൾ 2 മണിക്കൂറേ ചെയ്യുന്നുണ്ടാവുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ അത് ഒരു ദിവസം പോലും മുടങ്ങാതെ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന, ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ, ബാക്കിയുള്ള കർമ്മങ്ങൾ, ജോലിക്ക് പോകുന്നതും ഒക്കെ ബാക്കിയെല്ലാം സൈഡ് പരിപാടികളാണ്. മെയിൻ, അതായത് ഭക്തിയുത സേവനങ്ങൾ, ഡിവോഷണൽ സർവീസിനെ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ, രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ടുള്ള ഭക്തിയുത സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണം, ഭഗവാനെ കുറിച്ച് കേൾക്കുക, കീർത്തനം, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുക, കീർത്തനം ചൊല്ലുക, ഈവൻ ക്ലാസ് എടുക്കുന്നു, മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഇതൊക്കെ കീർത്തനമാണ്. ശ്ലോകം ചൊല്ലുന്നതുമൊക്കെ, നമ്മൾ ഇന്ന് ശ്ലോകം ചൊല്ലി, കീർത്തനമാണത്. അതേപോലെ തന്നെ നാമം ജപിക്കുക, ശ്രവണം, ഭഗവാനെ കുറിച്ച് കേൾക്കുക, വായിക്കുക, വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരേപോലെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരേ ശ്രേണിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. അതിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ചെയ്യുന്ന സമയം 2 മണിക്കൂർ വിളിച്ച് കുഴപ്പമില്ല. ആ 2 മണിക്കൂർ മുടങ്ങാതെ അത് ചെയ്യാതെ ഞാനിന്ന് ഉറങ്ങില്ല എന്നുള്ളൊരു തീരുമാനം, അതിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇതിൽ ചെയ്യുക. അപ്പോഴേക്കും 11:30 11:45, ഇനി എനിക്ക് സമയമില്ല, അത് ഇനി നാമം ജപിച്ച് കഴിഞ്ഞിട്ടില്ല, റൗണ്ടുകൾ കഴിഞ്ഞിട്ട്, നാമത്തിൻ്റെ റൗണ്ട് കഴിഞ്ഞിട്ടില്ല, വായിക്കാൻ പറ്റിയില്ല. കാര്യം എന്താണ്? നമ്മുടെ ടൈം നമ്മൾ വേണ്ട രീതിയിൽ ബാലൻസ് ചെയ്യുന്നില്ല, അതാണ്. അപ്പോൾ എന്താണ്, നമ്മൾ വലിയ സാധനങ്ങൾ പെട്ടിയിൽ വെക്കുന്നതിന് പകരം ചെറിയ സാധനങ്ങൾ നമ്മൾ ആദ്യം നിറച്ചു, അതുകൊണ്ട് വലുതിന് സ്ഥലമില്ല. ചെറിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ, കാര്യം നമ്മുടെ ബോഡി, ശരീരം നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ, ജോലിക്ക് പോകുന്നതൊക്കെ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആത്മാവായതുകൊണ്ട് ആത്മാവ് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്. ശരീരം ഒക്കെ നിലനിർത്തണം, ശരീരം നിലനിർത്തിയാലേ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് സത്യമാണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചെയ്യണം, മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ അത് 2ാമത്തെ പ്രയോറിറ്റി ആണെന്നുള്ളത് നമ്മൾ ഓർക്കുക. കാര്യം നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്തിലുള്ള എല്ലാവരും ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തി എല്ലാം അവരവരുടെ ശരീരത്തിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ജീവിതം അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും അറിയില്ല ആളുകൾക്ക്. സോ മെയിനായിട്ടുള്ള പർപ്പസ്, ഈ മനുഷ്യജന്മം തന്നിട്ടുള്ളതിൻ്റെ പർപ്പസ് മറന്നുപോയി, അല്ലെങ്കിൽ അവർക്കറിയില്ല, അതാണ് പ്രോബ്ലം. എന്നാൽ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ നമ്മളെങ്കിലും പ്രോപ്പറായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മത് പരമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് മുൻഗണന കൊടുക്കുക, ഭക്തിയുത സേവനങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത്, എത്രമാത്രമാണോ നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം, അത് 2 മണിക്കൂറോ 1 മണിക്കൂറോ അരമണിക്കൂറാവട്ടെ, അത്രയും നമ്മുടെ കയ്യിൽ സമയമുള്ളൂ, സാരമില്ല. ആ അരമണിക്കൂർ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുക അറ്റ്ലീസ്റ്റ്. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ നേരത്തെ നമ്മൾ ആദ്യത്തെ മത് കർമ്മകൃത്തിൽ പറഞ്ഞ പോലെ ബാക്കിയുള്ള സേവനങ്ങൾ നമ്മൾ എന്തു ചെയ്യുന്നു അതെല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അറ്റ്ലീസ്റ്റ് കാലത്ത് ഇതെല്ലാം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് പ്രാർത്ഥിക്കും, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നു, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർത്തില്ലെങ്കിലും കാലത്ത് അത് നമ്മൾ പറയുക. വൈകുന്നേരം കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഭഗവാനോട് നന്ദി പറയുക, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തന്നു, അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, നാളെ എനിക്ക് ഇമ്പ്രൂവ് ആവാൻ എവിടെയെങ്കിലും ഗ്യാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കാം, ഭഗവാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം, അനുഗ്രഹിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞു. ഇത്രയും ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ നമുക്ക്? ഇത്രയേ ഭഗവാൻ പറയുന്നുള്ളൂ. ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മത് കർമ്മകൃത്. സോ വളരെ സിമ്പിളായിട്ടുള്ള, അതായത് നേരത്തെ പറഞ്ഞ സ്വിച്ച് ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ, അത് ഓൺ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അതാണ്
ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും, ബോഡി മൈൻഡ് വേർഡ്സ്, ശരീരം വാക്കും മനസ്സും കൊണ്ട് ഭഗവാനെ സേവനങ്ങൾ ചെയ്യുക. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ച് ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. വാണി ഗുണാനുകഥനെ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. മണിഗ്രീവ നളകുവേരൻ്റെ പ്രാർത്ഥനയാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകത്തിൽ. വാണി ഗുണാനുകഥനെ, ഭഗവാന്റെ ഗുണങ്ങൾ ഗുണങ്ങളെ പ്രകീർത്തിക്കുവാനും ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ പറയുവാനും മാത്രമായിരിക്കട്ടെ വാണി. നാമം ചൊല്ലാനും ഭഗവാനെ സ്തുതിക്കുവാനും ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാനും മാത്രമായിരിക്കട്ടെ വാണി. മണിഗ്രീവനും നളകുവരും പ്രാർത്ഥിക്കുന്നു. ശ്രവണോ കഥായാം, ഈ ചെവി കേൾക്കാനുള്ള കഴിവ് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കട്ടെ. ഈ ചെവികൾ അത് മാത്രം, ചെവി ഉപയോഗിച്ച് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കേൾക്കുന്ന കാര്യം ഭഗവാനെക്കുറിച്ചുള്ളത് മാത്രമായിരിക്കട്ടെ. ഹസ്തൗച്ച കർമ്മസു, ഈ എൻ്റെ ബാക്കി കൈയും കാലും ഒക്കെ തന്നിട്ടുള്ളത് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാവട്ടെ. മനസ്സാണെങ്കിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എപ്പോഴും സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കട്ടെ. ശിരസ്തവ നിവാസ ജഗത് പ്രണാമി, ശിരസ്സാണെങ്കിൽ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കട്ടെ ശിരസ്. ദൃഷ്ടി സദാം ദർശനേ സ്തു ഭവത്തനൂനാം, ഈ കാണാനുള്ള കഴിവ്, ദൃഷ്ടി നമുക്ക് തന്നിട്ടുള്ള കാഴ്ച ഭഗവാനെ കാണുവാനും ഭഗവാന്റെ രൂപത്തെ കാണാനും അതേപോലെ ഭഗവാന്റെ ശുദ്ധഭക്തരെ കാണാനും വേണ്ടി മാത്രമായിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനങ്ങളിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. സവൈ മന കൃഷ്ണ പദാരവിന്ദയോ എന്ന് പറയുന്ന ശ്ലോകം വരുന്നു അംബരീഷ് മഹാരാജാവിൻ്റെ ചരിത്രത്തിൽ 9ാമത്തെ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ. അവിടെയും പറയുന്ന മീനിങ് ഇത് തന്നെയാണ്. അതായത് ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത്. സവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരോച തത് കർമ്മ കരോ മനശ്ച സ്മരേദ് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത് പുണ്യകഥാസകർണഃ. ഇത് മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ശിരസ്തു തസ്യോ ഭയലിംഗമാനമേ തദേവ യത് പശ്യതി തദ്ധി ചക്ഷുഷു അംഗാനി വിഷ്ണുരതജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. ദശമസ്കന്ധത്തിലെ ഭാഗവതം 80ാമത്തെ അധ്യായം, അതിൽ വരുന്ന ശ്ലോകമാണ്. 2 ശ്ലോകങ്ങളാണ്. സുദാമയുടെ ചരിത്രം പറയുന്ന ആ ഒരു അധ്യായം തുടങ്ങുന്നത് പരീക്ഷിത്ത് മഹാരാജാവ് ഇത് പറഞ്ഞിട്ടാണ്. ശുകദേവ് ഗോസ്വാമിയോട് പറയാണ്, എനിക്ക് ഈ കേട്ട് മതിയാവുന്നില്ല. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അവസാന ദിവസങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 7 ദിവസമേ ഉള്ളൂ. ദശമസ്കന്ധം 80ാമത്തെ അധ്യായമൊക്കെ ഏകദേശം അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഒക്കെ ആയിരിക്കും നടക്കുന്നത്. അടുത്ത ദിവസം മരിക്കാൻ പോകുന്ന ആളാണ്. അടുത്ത ദിവസം ശരീരം വിടാൻ പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് ഇത്രയും കേട്ടിട്ട് മതിയാവുന്നില്ല, ഇനിയും കൂടുതൽ എനിക്ക് കേൾക്കണം. അദ്ദേഹം പറയുന്നു, സവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ, ഈ വാക്കുകളെല്ലാം അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി മാത്രം, ഈ കൈകളെല്ലാം അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രം. സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു, എൻ്റെ സ്മരിക്കാനുള്ള കഴിവ് അങ്ങയെ സ്മരിക്കാൻ വേണ്ടി മാത്രമായിരിക്കട്ടെ. ശൃണോതി തത് പുണ്യകഥാസകർണഃ, കേൾക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ ഈ ചെവികൾ തത് പുണ്യകഥ, അങ്ങയെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ വേണ്ടി മാത്രം ആയി മാറട്ടെ. അതിനുശേഷം പറയുന്നു, ശിരസ്തു തസ്യോ ഭയലിംഗമാനമതി, ഈ ശിരസാണെങ്കിൽ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി മാത്രം. അതേപോലെ പറയുന്നു, തദേവ പശ്യതി തദ്ധി ചക്ഷുഷു, ഈ ചക്ഷു തന്നിട്ടുള്ളത്, കണ്ണുകൾ തന്നിട്ടുള്ളത് അങ്ങയെ കാണുവാനും അങ്ങയുടെ ഭക്തരെ കാണുവാനും വേണ്ടി മാത്രം. അംഗാനി വിഷ്ണുർ അതത്തജ്ജനാനാം, ബാക്കി എൻ്റെ ശരീരമൊക്കെ തന്നിട്ടുള്ളത് അങ്ങയുടെ ഭക്തർക്ക് സേവനങ്ങൾ ചെയ്യുവാനും അതേപോലെ തന്നെ പുണ്യനദികളിൽ പോവാനും പുണ്യസ്ഥലങ്ങളിൽ പോവാനും അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തരെ സേവിക്കാനും വേണ്ടി മാത്രമായിരിക്കട്ടെ എന്നുള്ളതാണ് പരീക്ഷിത്ത് മഹാരാജ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ മുൻഗണനയിൽ കൊണ്ടുവന്ന് ഭഗവാന് വേണ്ടി കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളത്, അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2 ആയിട്ടുള്ളൂ ഇതുവരെ, നമ്മുടെ സമയമായി. പക്ഷേ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട്, 15 മിനിറ്റ് എടുക്കില്ല, 10 മിനിറ്റ് മാക്സിമം
മത് ഭക്ത, മൂന്നാമത്തെ എൻ്റെ ഭക്തനാവൂ. അതായത് ഭക്തനാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യൂ എന്നുള്ളത്. ശ്രവണം, കീർത്തനം, സ്മരണം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത് ആരാണ്? ഭഗവാന്റെ ഭക്തർ മാത്രമാണ്, അല്ലേ? സോ അതാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്തത്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. ഞാൻ ഭഗവാന്റേതാണ്, ഭഗവാൻ എൻ്റേതാണ്. സോ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടി, എൻ്റെ പ്രയോറിറ്റി ഭഗവാനാണ്. അദ്ദേഹത്തിൻ്റെ ആരാധനയാണ്, ഭക്തിയുത സേവനങ്ങളാണ് എൻ്റെ എല്ലാം. നമ്മുടെ ശരിക്കു പറയുകയാണെങ്കിൽ നമ്മുടെ രക്ഷിതാവാണ് ഭഗവാൻ, അല്ലെങ്കിൽ അദ്ദേഹമാണ് ശാശ്വതമായിട്ടുള്ള ഒരു രക്ഷിതാവ്. ബാക്കി എല്ലാവരും ഇന്ന് ഈ ജന്മത്തിലുള്ളവരാണ്, വന്നിട്ടുണ്ടാവും. അടുത്ത ജന്മത്തിൽ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. അവരെന്നെ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തികൾ കൂടെ വരുന്നില്ല. ഈ ജന്മത്തിൽ തന്നെ മരണത്തോടു കൂടി കഴിഞ്ഞുവല്ല. ആര് മരിക്കുന്നു അതോടുകൂടി ആ കണക്ഷൻ അവിടെ അവസാനിക്കുന്നു. എന്നാൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെയല്ല, ശാശ്വതമായിട്ടുള്ളതാണ്. ശാശ്വതമായിട്ടുള്ള കണക്ഷനാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ആ ഒരു വ്യക്തിയെ മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് ഇനി? മറന്നിട്ട് നമ്മൾ ജീവിതം മുഴുവൻ നശിപ്പിച്ചു, ഒരുപാട് ജന്മങ്ങൾ കളഞ്ഞു. ഇനി കളയാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. അതാണ് ഭഗവാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സോ മത് കർമ്മകൃത് മത് പരമ മത് ഭക്ത സംഘവർജിത, അതായത് അസത് സംഘങ്ങൾ ഉപേക്ഷിക്കുക. അതായത് അഭക്തരായിട്ടുള്ളവരെ നിന്ന് മാറി നിൽക്കുക. കാര്യം അഭക്തരുടെ കൂടെ നമ്മൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കുള്ള നല്ല ക്വാളിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് നഷ്ടപ്പെടും. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ, അസത് സംഗത്യാഗ ഏയ് വൈഷ്ണവ ആചാര സ്ത്രീ സംഗി ഏക അസാധു കൃഷ്ണ അകൃഷ്ണ ഭക്ത ആരാ. അദ്ദേഹം പറയുന്നു അസത് സംഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവരെല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അതായത് മോശമായിട്ടുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ സംഘത്തിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം എന്നുള്ളത്. സ്ത്രീ സംഘി, സ്ത്രീകളോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളവർ. അത് അസാധു, അതായത് ഒരു അഭക്തരായിട്ടുള്ളവർ. അതേപോലെ കൃഷ്ണ ഭക്ത, കപടമരായിട്ടുള്ളവർ. അതായത് പുറമേക്ക് ചിലപ്പോൾ പറയും ഞാൻ ഭക്തനാണ്, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, പക്ഷെ ഉള്ളിൽ മുഴുവനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നു, അങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നു, അങ്ങനെ. അതെല്ലാം ശരിയല്ല. അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരുടെ കൂടെ കൂടുമ്പോൾ നമുക്കും ആ ഒരു ക്വാളിറ്റീസ് കിട്ടും, ആ മോശമായിട്ടുള്ള ക്വാളിറ്റീസ് കിട്ടും. അത് നമുക്ക് നമ്മുടെ ഭക്തിയിൽ നമുക്കത് ബാധയായി മാറും. അസത്സംഗത്യാഗം, അതാണ് ഇവിടെ പറയുന്നത്. സംഘവർജിത, ഇതൊക്കെ ഒരു കാര്യം. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇയാളാണ്. ഇതാണ് ആദ്യം നമ്മൾ വർജിക്കേണ്ടത്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, ക്ലാസ് കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യത്തിന് മെസ്സേജ് അയക്കാം, ഓക്കെ, ആവശ്യങ്ങൾക്ക് ഓക്കെ. എന്നാൽ ആവശ്യമില്ലാതെ ഇതെടുത്ത് ലോകത്തുള്ള എല്ലാ ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റും നമ്മൾ കാണുന്നു, സ്ക്രോൾ ചെയ്ത് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം കഴിഞ്ഞു, ഫേസ്ബുക്ക് എടുത്തു, പുതിയ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, സ്റ്റേറ്റസ് ഉണ്ടോ? ഇനി അതൊന്നും ഇല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസ് നോക്കിക്കൊണ്ടിരിക്കും. എന്തിനാണ്? വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വല്ല ഗുണം കിട്ടുന്നുണ്ടോ നമുക്ക്? ആവശ്യമുള്ളത് ഓക്കെ. ഇപ്പോൾ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അല്ലാതെ, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എന്തുകൊണ്ട് ഞാൻ അതിൻ്റെ എഗൻസ്റ്റായിട്ട് പറയുന്നല്ല, പക്ഷേ ശ്രദ്ധ തിരിക്കാൻ കൂടുതൽ ചാൻസസ് ഉണ്ട് അതിൽ. കാര്യം അതിൽ ഒരുപാട് പോപ്പപ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഷോർട്സ് ഒക്കെ കാണുവാണെങ്കിൽ ഒരു ഷോർട്ട് കഴിഞ്ഞ് അടുത്തത് വരും. അപ്പം നമ്മുടെ മൈൻഡും അതിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റീല് കഴിഞ്ഞ് അടുത്ത റീലിലേക്ക്. പ്രോപ്പറായിട്ട് ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നോ പ്രോബ്ലം. യൂട്യൂബോ സൂമോ പ്രോപ്പറായിട്ടുള്ള ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് അത് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഈ മാധ്യമങ്ങളെ, മൊബൈലിനെ ആണെങ്കിലും ഇൻ്റർനെറ്റിനെ ആണെങ്കിലും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രശ്നമില്ല. ഇല്ലാതെ നമ്മളായിട്ട് നമ്മുടെ രീതിയിൽ. കാര്യം ഒരുപാട് ആളുകൾ ഭക്തിയിൽ ഇല്ലാത്തവരും ഇതുപോലെ കൃഷ്ണ അഭക്ത, നേരത്തെ പറഞ്ഞ പോലെ കപടഭക്തന്മാർ കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവർ കുറേ സാധനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മളതൊക്കെ കേട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ക്വാളിറ്റി പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണോ പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് ഉള്ളത്, ഏതാണോ ശരിയായിട്ടുള്ള ആചാര്യ പരമ്പരയിൽ വരുന്ന ആളുകൾ, ആരാണോ
അതായത് മറ്റുള്ളവരുടെ നന്മ മാത്രം കണ്ട് വേറെ ഒരു ഉദ്ദേശവും പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി അല്ലാതെ സെൽഫ്ലെസ് ആയിട്ട് ഭഗവാന്റെ സേവനമായിട്ട് എടുത്ത് ചെയ്യുന്നത് ആരാണോ അവരിൽ നിന്ന് കേൾക്കാൻ നോക്കുക. നമ്മുടെ ആചാര്യന്മാർ എപ്പോഴും പറയുന്ന കാര്യമാണ്. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനും ഒക്കെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൊക്കെ. അതായത് നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതും ഭാഗവതം കേൾക്കുന്നതും ഭഗവത്ഗീതയൊക്കെ പഠിക്കേണ്ടതും കേൾക്കുന്നതും നല്ല ഭക്തരിൽ നിന്നാണ് എന്ന്. നല്ല ഭക്തരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ശീലപ്രഭുപാദിൻ്റെ പുസ്തകങ്ങളാണ്. ഇന്ന് നമ്മൾ വായിച്ചു അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥം. ശീലപ്രഭുപാദ് ഒരു ശുദ്ധ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ശുദ്ധഭക്തൻ പറയുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഉണ്ടാവും. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെസ്സേജസ് കിട്ടാറുണ്ട്, അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു കാര്യം കേട്ടുള്ളൂ, ഇതെങ്ങനെയാണോ? ചിലപ്പോൾ നേരെ തലതിരിഞ്ഞിട്ടുള്ള അർത്ഥമാണ്, വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. അത്ഭുതം തോന്നും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, വളരെ സ്ക്രൂട്ടനൈസിംഗ്ലി, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും വളരെ സ്ട്രിക്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായി മാറും. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നമ്മളെ സംബന്ധിച്ച് സംഘവർജിത ഏറ്റവും കൂടുതൽ നമ്മൾ സംഘമെടുക്കുന്നത് മൊബൈലാണ്. സോ അത് ആവശ്യത്തിന് ഉപയോഗിക്കുക, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. മെസ്സേജൊക്കെ അയക്കാം, അതൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനൊരു സമയം കണ്ടെത്തുക, ആ സമയത്ത് ഇതെല്ലാം ചെയ്യുക. ഫോൺ വിളിക്കാനുള്ളവർ വിളിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അനാവശ്യമായിട്ട് നമ്മൾ സമയം അവിടെ കളയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതാണ്, ഓരോരുത്തരും അനലൈസ് ചെയ്യേണ്ടതാണ്. അസത്സംഗത്തിൻ്റെ പ്രോബ്ലം എന്താണെന്നറിയോ? അസത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറയുകയാണെങ്കിൽ ശാസ്ത്രം പറയുന്നു വിഷത്തേക്കാൾ അപകടമാണെന്ന്. വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നല്ല ഘോരമായിട്ടുള്ള വിഷമെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? മരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്നു, അതാണ് മരണം, അല്ലേ? അത്രയല്ലേ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ അസത്സംഗം കൊണ്ട് എന്താ കിട്ടുന്നത്? നമ്മൾ ആത്മാവായിട്ടുള്ള നമ്മൾ പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് നമ്മൾ മാറിപ്പോകുന്നത്. അപ്പം ഏതാണ് കൂടുതൽ അപകടം? അസത്സംഗമാണ്. വിഷത്തേക്കാൾ അപകടമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിർവൈര, അവസാനത്തെ, ശത്രുതയില്ലാതെ, അസൂയയില്ലാതെ. ഇവിടെ ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു പ്രഹ്ലാദ മഹാരാജിനെ കുറിച്ച്, ഹരിദാസ് ഠാക്കൂറിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച്. അവരൊക്കെ ആരോടും ഒരു അസൂയ തോന്നാതെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രം, മറ്റുള്ളവർക്ക് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ആരോടും അസൂയ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരോട് അസൂയുള്ള ഒരുപാട് ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെ ആളുകൾ ബുദ്ധിമുട്ടിച്ചത് നമുക്കറിയാം. പ്രഹ്ലാദിനെ ഹിരണ്യകശിപു ബുദ്ധിമുട്ടിച്ചതറിയാം. ഹരിദാസ് ഠാക്കൂറിനെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒരുപാട്. എന്തിനാണ് ബുദ്ധിമുട്ടിച്ചുള്ളത്? അവർ ഭക്തരായതുകൊണ്ട്. അവർ ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് തടസ്സം ഉണ്ടാക്കുന്നു അസൂയയുള്ള ആളുകളൊക്കെ, അസൂയ അല്ലെങ്കിൽ അഭക്തരായിട്ടുള്ളവർ. സോ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അങ്ങനെ ആവരുത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശത്രുക്കൾ, അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് നിർവൈര, അതായത് ശത്രു ഇല്ലാതിരിക്കുക, ശത്രുത ഇല്ലാതെ തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇവരെൻ്റെ ശത്രുവാണ്, അവരെൻ്റെ മിത്രമാണ്, എൻ്റെ ഫ്രണ്ടാണ്, ഇതെൻ്റെ ശത്രുവാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ശത്രുക്കളും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തി ഒരുപക്ഷെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, പറയുന്നുണ്ടാവും എന്നുള്ളതൊക്കെ ശരിയാണ്. നമ്മളെ വെറുക്കുന്നുണ്ടാവും, പഴി പറയുന്നുണ്ടാവും, കുറ്റപ്പെടുത്തുന്നുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് അവരുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, അത് കുഴപ്പമില്ല. കാര്യം നമ്മുടെ ബോധത്തെ, കോൺഷ്യസ്നെസ്സെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഓക്കെയാണ്. പക്ഷെ അവരെ നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം മനസ്സിലാക്കണം, ഭഗവാൻ കൃഷ്ണൻ്റെ സമ്മതമില്ലാതെ ഒന്നും നടക്കുന്നില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കർമ്മമാണ്. തത്തേനു കമ്പാം സമീക്ഷമാണ് ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം. ബ്രഹ്മാവ് പറയുന്നതാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മുടെ ശത്രുവായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ആക്ച്വലി ആ വ്യക്തിയുടെ പ്രോബ്ലം അല്ല, നമ്മുടെ കർമ്മം, പൂർവ്വകർമ്മങ്ങളുടെ പ്രശ്നമാണ്. ആ വ്യക്തി വെറും ഒരു ഉപകരണം മാത്രമാണ്, നമുക്ക് ആ കർമ്മം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രം. ആ വ്യക്തിയെ നമ്മൾ വെറുത്തിട്ട് വല്ല കാര്യമുണ്ടോ?
ആക്ച്വലി നമ്മളാണ് വെറുക്കേണ്ടത്. അതായത് വെറുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്ത തെറ്റുകൾക്കാണ് നമ്മൾ ഓർക്കേണ്ടത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് ഈ വ്യക്തിയിലൂടെ എനിക്ക് കിട്ടുന്നത്. ആ വ്യക്തി ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഉപകരണം മാത്രമാണ്. കർമ്മം നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഉപകരണം മാത്രമാണ്. ഈ ഒരു സത്യം നമ്മൾ ഓർക്കണം. ഇത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ശത്രുത ഉണ്ടാവില്ല. ഇതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അത് ശത്രുക്കളുടെ കാര്യം. പിന്നെ പറയുന്നത് നിർവൈര്യം. വേറൊരു അർത്ഥം വരുന്നത് ശത്രുതയില്ലാതെ മാത്രമല്ല അസൂയ തോന്നാതിരിക്കുക എന്നുള്ളത്. അസൂയ എന്തിനാണ് തോന്നുന്നത്? നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കഴിവ് കൊണ്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു പൗരുഷം നൃഷു. ഭഗവാനാണ് നമുക്ക് കഴിവുകൾ തരുന്നത്. മറ്റുള്ളവർക്കും കഴിവുകൾ കൊടുക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഒരാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നന്നായി പാടും, നല്ല ഭക്തനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് അസൂയ തോന്നേണ്ട കാര്യമില്ല. കാര്യം അവർക്ക് ആ അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ വ്യക്തിയോട് നമുക്ക് അസൂയ തോന്നുവാണെങ്കിൽ നമ്മൾ ശരിക്കും ഭഗവാനോട് അസൂയ തോന്നുന്നത് തുല്യമാണ്. കാര്യം എന്താണ്? ഭഗവാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ആ വ്യക്തിക്ക് ആ കഴിവ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ വ്യക്തിയെ വെറുക്കുവാണെങ്കിൽ ഭഗവാന്റെ തീരുമാനത്തെ നമ്മൾ വെറുക്കുന്നു. സോ വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള വിഷയമാണത്. അതാണ്. അപ്പോൾ നമുക്ക് അസൂയ തോന്നാതിരിക്കുക. അതേപോലെ നമ്മുടെ സ്വന്തം കാര്യമാവുമ്പോൾ ഓർക്കുക, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമുക്ക് അഹങ്കാരവും വരാൻ പാടില്ല. അപ്പോൾ മറ്റുള്ളവരിൽ അസൂയ കാണരുത് എന്നുള്ളത് ഒരു കാര്യം. നമുക്ക് സ്വന്തമായിട്ട് അഹങ്കാരവും പാടില്ല. ഓർക്കുക എപ്പോഴും, ഒരു ബൾബ് കത്താൻ അതിൽ കറണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ ബൾബ് കത്തില്ല. അപ്പോൾ നമ്മളൊക്കെ ബൾബ് പോലെയാണ്. ആ കറണ്ട് എന്ന് പറയുന്നത് ഭഗവാനാണ്. കറണ്ട് ഇല്ലെങ്കിൽ ബൾബിന് വല്ല പ്രസക്തിയുണ്ടോ? ബൾബ് വിചാരിക്കുകയാണോ ഞാൻ വലിയ കേമനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ 200 വാട്ടിൻ്റെ ബൾബാണ് ഞാൻ ഒരുപാട് പ്രകാശം കൊടുക്കുന്നു. കറണ്ട് ഇല്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ ബൾബ് കൊണ്ട്? അപ്പോൾ ആ കറണ്ട് എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ ബൾബിന് അഹങ്കരിക്കാൻ വല്ല യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയുമില്ല. ബൾബ് പൂർണ്ണമായിട്ടും ആ ഇലക്ട്രിസിറ്റി കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ. എന്തിനാണ് അഹങ്കരിക്കാനുള്ളത്? എന്താണ് നമുക്കുള്ളത് അഹങ്കരിക്കാൻ? എല്ലാം ഭഗവാന്റെ മെർസി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് നടക്കുന്നതാണ്. സോ അഹങ്കരിക്കാനും അഹങ്കരിക്കാതിരിക്കാനും ഇത് ഓർക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് സമയം കുറേ ആയി, നമുക്കിവിടെ അവസാനിപ്പിക്കാം. സോ 5 കാര്യങ്ങൾ ഓർക്കുക. 5 വിരലുകളുണ്ട് നമ്മുടെ 2 കൈകളിലും, 5. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കൈ ഓർക്കുക. മത് കർമ്മകൃത്, മത് പരമോ, മത് ഭക്ത, സംഘവർജിത, നിർവൈര. ഈ 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ഭഗവാൻ പറയുന്നതനുസരിച്ച്, ശീല പ്രഭുപാദി നമ്മുടെ ആചാര്യന്മാരും പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ ഇത് നമ്മൾ ആചരിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു യസ മാം ഇതി പാണ്ഡവ. നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, അങ്ങനെയുള്ളവരെ എൻ്റെ അടുത്ത് എത്തിയിരിക്കും. നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഗൗർ പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത की जय, शीला प्रभुपाद की जय, शचिनंदन श्री गौर हरि की जय, शीला गुरुदेव की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. हरे कृष्ण. थैंक यू.